ലസിത പാലക്കലിനെ കൊണ്ടുള്ള ഇടങ്ങേറ് കൊണ്ട് ചാവാൻ പോയൊരുത്തിയാണ് ഞാൻ. ഇപ്പം ചത്തതുമില്ല, ഒരുപാട് ഓൺലൈൻകാർ അത് ആഘോഷമായിട്ട് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നീതി നിയമമൊന്നും നമുക്ക് നടപ്പാക്കി തരൂല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചു തരികയാണ്. ഒരിക്കൽ കൂടിയും ഞാൻ ശ്രമിച്ചു നോക്കും എനിക്ക് നീതി കിട്ടുമെന്നുള്ളത്. കാരണം ഓൺലൈനിൽ ഈ കുത്തിരിഞ്ഞ് മോയന്ത പോലത്തെ ചില ആൾക്കാർ അവർക്ക് എന്തും പറയാനുള്ളൊരു വ്യക്തിയായിട്ടാണ് ജസ്ന സലീമിനെ കാണുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഒരുതം ചോദിക്കുന്നുണ്ട്, നാണമുണ്ടോ എനിക്കിന്ന്? എടാ, എനിക്ക് നാണമുണ്ടായിരുന്നെങ്കിൽ ഇത്രമേൽ ദുരിതമനുഭവിച്ചിട്ടും ഇത്രമേൽ ഇതാക്കിയിട്ടും ഞാൻ വീണ്ടും വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങൂലായിരുന്നു. എനിക്ക് നാണമുണ്ടായിരുന്നെങ്കിൽ. നീതിപീഠം നമുക്കൊരിക്കലും നീതി തരൂല എന്ന് ഉറപ്പ് വരുത്തുമ്പോഴാണ് നമ്മളൊരാൾ ചാവാൻ തുനിയുന്നത്. അപ്പോൾ ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ടോർച്ചറിങ് മാത്രമായിരുന്നു ഇതുവരെ എനിക്ക് സഹിക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഒരുപാട് ഇന്നലെ വരെ പൊട്ടിമുളച്ച ചാനലുകാർ, ഇവന്മാരൊക്കെ ഞാൻ ചത്തിട്ടുണ്ടായിരുന്നേ ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ടായിരുന്നല്ലേ സംസാരിക്കാം. 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരമ്മ ചാവാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞും ആ 2 കുഞ്ഞുങ്ങളും അമ്മയും എത്രമേൽ അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കാൻ ചോറ് തിന്നുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങളെപ്പോലുള്ള ഒരാൾക്കും പറ്റൂല. അത്രമേൽ ഞാനും എൻ്റെ മക്കളും കരയുന്നുണ്ട്. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം ഈ ലസിതനെല്ലാവരും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ആ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എന്തിനാ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പം അവർ പറയുന്ന മറുപടി ABC മലയാളത്തിൽ കൊടുത്തതാണ് പോലും. ഇത്രയും കാലം ആ സ്ത്രീയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം, ആ സ്ത്രീയുടെ കയ്യിൽ ഞാൻ കൊടുത്ത കേസിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു ABC ചാനലുകാരാണ് കൊടുക്കുന്നത്. അത് ഏറ്റുപിടിക്കാൻ കുറച്ച് ആൾക്കാരും. ലാസ്റ്റ് ഘട്ടം ഞാൻ നീതിയുടെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടി പോകും. എന്നിട്ടും ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളൊക്കെ കുറ്റം പറയുന്നുണ്ടല്ലോ, വേണ്ടായിരുന്നു എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ചിന്തിക്കും. കാരണം അത്രമേൽ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങുമ്പം ചോദിക്കുന്നത്, ഈ ലസിത പറയുന്നത് ആരുടെയൊക്കെ പേരിലാണ് നീ കൊടുത്തതെന്നാണ് ചോദിക്കുന്നത്. ലസിത പറഞ്ഞതിൽ സത്യമുണ്ടോ? ലസിത എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എന്താണ് ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് ആകെ പ്രതീക്ഷ എന്ന് വെച്ചാൽ നീതിപീഠത്തിലാണ്. പല പ്രാവശ്യം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? നിങ്ങൾ വലിയ ഡയലോഗ് അടിച്ചല്ലോ. എൻ്റെ കുഞ്ഞിന് ഒരു ദിവസം ഞാൻ കൊയിലാണ്ടി സാധനം മേടിക്കാൻ പറഞ്ഞു വെച്ചു. 15 വയസ്സുള്ള മകനാണ്. ഇവനൊരു പരാതി എഴുതിയിട്ട് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തു. എനിക്ക് എൻ്റെ അനിയത്തിക്ക് എൻ്റെ ഉമ്മാക്കും ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത്രമേൽ ദുരിതം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും ടോർച്ചർ ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാണ് ലസിതയെ ചെയ്തതെന്ന് പല പ്രാവശ്യം ഞാൻ ആ ലേഡിനോട് ചോദിച്ചു നോക്കി. ആ ലേഡിക്ക് ഉത്തരമില്ല. ഞാൻ ആ ലേഡിയുടെ അമ്മനെയും അച്ഛനെയും പെങ്ങളെയും അമ്മാവനെയൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത്. ആ ലേഡി പറഞ്ഞതൊന്നും ഇവിടെയില്ല. ആ ലേഡിയുടെ വീഡിയോസ് ഓരോന്നെടുത്ത് നോക്കാൻ ആരുമില്ല. വീണ്ടും ഞങ്ങളെ കുറ്റപ്പെടുത്താനും ഞങ്ങളെ ഒറ്റപ്പെടുത്താനും. നിങ്ങൾക്കൊക്കെ എത്ര കാലം ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ പറ്റും? ഞങ്ങളുള്ളിടത്തോളം കാലം അല്ലേ? അത്രമേൽ സഹികിട്ടിട്ടാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സംഭവത്തെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ആരും ചിന്തിക്കുന്നില്ല. പ്രിയ എന്ന് പറഞ്ഞൊരു സ്ത്രീ, ഷഫീന ബേബി, ലസിത പാലക്കൽ, ഇവർ 3 പേരുടെയും ടോർച്ചറിങ് ഞാൻ അനുഭവിക്കൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി. അതേപോലെ ശ്രീല പിള്ള, ഇങ്ങനെ കുറച്ച് സ്ത്രീകൾ നിരന്തരം എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യൻ പോലും ഉണ്ടായിട്ടില്ല. എല്ലാവരും, ഞാനും എൻ്റെ മക്കളും എന്തോ അപരാധം ചെയ്ത രീതിയിലാണ് ഞങ്ങളോട് പെരുമാറുന്നത്. നാട്ടിലൊറ്റപ്പെട്ട്
വീട്ടിലൊറ്റപ്പെട്ട്, കുടുംബത്തിലൊറ്റപ്പെട്ട് അങ്ങനെ കഴിയുന്ന ഞങ്ങൾ 3 പേരാണ്. ഞങ്ങൾക്ക് ആരും ഇന്നേ വരെ ഒരു സപ്പോർട്ടിന് വന്നിട്ടില്ല. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് പോലും നോക്കാൻ ആരും വന്നിട്ടില്ല. ഇപ്പം ഈ ഓൺലൈൻ മീഡിയക്കാർ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ചത്തു കഴിഞ്ഞാൽ നല്ലത് പറയാൻ വരരുത്. ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പുറത്തിറങ്ങിക്കൂടാ, ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് സങ്കടം പറയാൻ ആരോടുമില്ല. ഞാനും എൻ്റെ മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങൾ പങ്കുവെക്കുന്ന ഒരാളാണ്. കുടുംബമല്ല, നാട്ടുകാരില്ല, സുഹൃത്തുക്കളില്ല, ആരുമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ. ഈ ലസിതനെ പറ്റി പലയിടത്തും ഞാൻ പരാതി കൊടുത്തു. അവൾ BJPൻ്റെ ആരോ ആണ്, RSSൻ്റെ ആരോ ആണെന്നും പറഞ്ഞിട്ട് കുറേ കാലമായി ടോർച്ചർ ചെയ്യുന്നു. ഞങ്ങൾ ചത്താൽ ആ സ്ത്രീക്ക് സമാധാനം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയപ്പോൾ എൻ്റെ മക്കളെന്തിന് അനുഭവിക്കണമെന്ന് കരുതിയിട്ടാണ് സ്വയം മരണത്തെ തിരഞ്ഞെടുക്കാൻ നിന്നത്. എൻ്റെ മക്കൾ ചോദിച്ചിട്ടുണ്ട്, മങ്ങളില്ലാണ്ടായ ഞങ്ങൾക്ക് ആരാണെന്ന്. നിങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ കൊന്ന് ഞാനും ജീവൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം തരാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞാനില്ല എൻ്റെ മക്കൾക്കാർ. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഞങ്ങൾ 3 പേരുമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ബാധ്യതയായിട്ട് വരുന്നത്. സത്യമായിട്ട് പറയാം, ഞങ്ങൾക്കൊരു സമൂഹത്തിൻ്റെ സപ്പോർട്ടില്ല, ഫാമിലി സപ്പോർട്ടില്ല, സുഹൃത്തുക്കളുടെ സപ്പോർട്ടില്ല, ഒരു സോഷ്യൽ മീഡിയ സപ്പോർട്ടില്ല, ഒന്നുമില്ലാത്ത 3 പേരാണ് ഞങ്ങൾ. ഞങ്ങളുടെ മുമ്പിൽ മരണമല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങൾ ആരെടുത്തും പോവാറില്ല, ആരോടും പറയാറില്ല. ഇപ്പോൾ സ്റ്റേഷനിൽ ഞാനും മക്കളും കയറി ഇറങ്ങൽ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇനി ആരുടെ അടുത്തേക്കാണ് ഞങ്ങൾ പരാതിപ്പെട്ട് പോകേണ്ടത്? ഞങ്ങളുടെ മുമ്പിൽ മരണമല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഞങ്ങളിതിന് നിന്നത്. ഈ ലസിത വർഷങ്ങളായി, ഏകദേശം 1 വർഷം 1.5 വർഷത്തിൻ്റെ അടുത്തായി നിരന്തരം ഫോളോ ചെയ്തിട്ട് ആക്രമിക്കുന്നു. അവർക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് BJP നേതാക്കന്മാരും നമുക്കാരുണ്ട്? എനിക്കൊരു മുസ്ലിം മതസ്ഥരാരും സപ്പോർട്ടില്ല, ഹിന്ദു മതസ്ഥരാരും സപ്പോർട്ടില്ല, സുഹൃത്തുക്കളാരും സപ്പോർട്ടില്ല. അപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇല്ലാതായാൽ നല്ലത് പറയാൻ ഒരാളും വരരുത്. ഒരിക്കൽ കൂടി ഞങ്ങൾ നീതിപീഠത്തിൻ്റെ അടുത്ത് പോകും, ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഇനിയും കിട്ടിയിട്ടില്ല. എല്ലാവരും ആഘോഷിക്കേ. എല്ലാവർക്കും പുണ്യാളത്തി ലസിത.